പലസ്തീൻ-ഇസ്രയേൽ തർക്കങ്ങൾ പരിഹരിക്കാൻ തയ്യാറാക്കിയ ഹിബ്രോൺ കരാർ ഇസ്രയേൽ ഭരണകൂടം റദ്ദാക്കി. ഹിബ്രോൺ നഗരം ഇതോടെ ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ആയിരക്കണക്കിന് പലസ്തീൻകാർ താമസിക്കുന്ന പ്രദേശമാണിത്. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ്. പലസ്തീൻ-ഇസ്രയേൽ തർക്കങ്ങൾ പരിഹരിക്കാൻ തയ്യാറാക്കിയ ഹിബ്രോൺ കരാർ ഇസ്രയേൽ ഭരണകൂടം റദ്ദാക്കിയിരിക്കുകയാണ്. പ്രശസ്തമായ ഓസ്ലോ കരാറിന്റെ ചട്ടക്കൂടിൽ നിന്നാണ് ഹിബ്രോൺ കരാർ ഇസ്രയേലും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും 97-ൽ ഒപ്പുവച്ചിരുന്നത്. കരാർ പ്രകാരം പലസ്തീൻ അതോറിറ്റിക്ക് 80% സ്ഥലത്ത് പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. ബാക്കി സ്ഥലത്ത് സിവിൽ അധികാരവും. ഇപ്പോൾ ഇസ്രയേൽ അതും റദ്ദാക്കിയിരിക്കുകയാണ്. ഇസ്രയേൽ ധനമന്ത്രി ബെസാലെൽ സ്മോട്രിക്കാണ് ഹിബ്രോൺ കരാർ റദ്ദാക്കിയെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മന്ത്രിസഭയിൽ തീവ്ര നിലപാടുള്ള വ്യക്തിയാണ് സ്മോട്രിക്ക്. പലസ്തീനെ വെസ്റ്റ് ബാങ്ക് നിയന്ത്രിക്കുന്ന പലസ്തീൻ അതോറിറ്റിക്ക് കീഴിലുള്ള ഹിബ്രോൺ നഗരം ഇതോടെ ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ആയിരക്കണക്കിന് പലസ്തീൻകാർ താമസിക്കുന്ന പ്രദേശം കൂടിയാണിത്. ഇസ്രയേലിന്റെ രൂപീകരണത്തോടെ പലസ്തീൻ വിഘടിക്കപ്പെട്ടിരുന്നു. ഗാസ, വെസ്റ്റ് ബംഗാൾ, ജെറുസലേം കൂടാതെ മറ്റു പ്രദേശങ്ങൾ എന്നിവയായിട്ടാണ് ചിതറിയത്. ജെറുസലേമിനുൾപ്പെടെയുള്ള നിയന്ത്രണം ഇസ്രയേൽ ആദ്യമേ പിടിച്ചെടുത്തിരുന്നു. വെസ്റ്റ് ബാങ്കും ഗാസയുമാണ് ഇസ്രയേലിന് കീഴടങ്ങാതിരുന്നത്. ഗാസയിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്നുണ്ടെങ്കിലും യാസർ അറാഫത്തിന്റെ വിയോഗ ശേഷം വെസ്റ്റ് ബാങ്ക് ഫലത്തിൽ ഇസ്രയേലിന്റെ കീഴിലാണ്. വെസ്റ്റ് ബാങ്കിലെ സുപ്രധാന നഗരമാണ് ഹീബ്രോൺ എന്ന് പറയുന്നത്. ഈ നഗരത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് യാസർ അറാഫത്തും ബെഞ്ചമിൻ നെതന്യാഹുവും കരാർ ഒപ്പുവച്ചിരുന്നത്. ഇത് പ്രകാരം ഹീബ്രോൺ നഗരത്തെ രണ്ടാക്കി തിരിച്ചു. 80% പലസ്തീൻ അതോറിറ്റിക്ക് കീഴിലും ബാക്കി ഇസ്രയേൽ സൈന്യത്തിന്റെ കീഴിലുമാണ് കരാർ ഒപ്പുവച്ചത്. സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് വികസനം, നഗരാസൂത്രണം, നിർമ്മാണം എന്നിവയുടെ ചുമതല അതോറിറ്റിക്ക് സ്വാധീനമുള്ള ഹീബ്രോൺ മുനിസിപ്പാലിറ്റിക്കാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ പ്രദേശം കൂടിയാണിത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രയേൽ ചെയ്യുന്നതെന്നാണ് അതോറിറ്റിയുടെ വിമർശനം. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിഷയത്തിൽ ഇടപെടണമെന്നും അതോറിറ്റി ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ ഇവിടെ അന്താരാഷ്ട്ര സമാധാന സേനയുണ്ടായിരുന്നുവെങ്കിലും ഇസ്രയേലിന്റെ നിസ്സഹകരണത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.